വേൾഡ് വാർ രണ്ടിലെ ബോംബ് ജപ്പാനിലെ എയർപോർട്ടിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. വേൾഡ് വാറിൽ നമുക്കറിയാവുന്നതുപോലെ അമേരിക്ക എന്നുള്ളത് ഒരു സൈഡിലും ജപ്പാൻ മറു സൈഡിലുമായിരുന്നു. അന്ന് ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഇട്ട ബോംബാണ് ഇന്ന് എയർപോർട്ടിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ബോംബ് പൊട്ടിയ സ്ഥലത്ത് വലിയ ഗർത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ബ്ലാസ്റ്റിനെ തുടർന്ന് 87 ഫ്ലൈറ്റുകളാണ് ക്യാൻസലാക്കിയിരിക്കുന്നത്. ജപ്പാനിലുള്ള മിയാസാക്കി എയർപോർട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. 1943 നിലവിൽ വന്ന ഈ എയർപോർട്ട് വേൾഡ് വാർ രണ്ടിൻ്റെ ആർമിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ എയർപോർട്ടിൽ ഇത് സംബന്ധിച്ച് ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. കാര്യം നിരവധി ബോംബുകളാണ് അമേരിക്ക അന്ന് ഈ എയർപോർട്ടിൽ വർഷിച്ചത്. ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടതാണ് കാമികാസി സൂയിസൈഡ് മിഷൻ. വേൾഡ് വാർ രണ്ടിൽ ജപ്പാൻ തോൽവിയെടുക്കുന്ന സമയത്ത് ഈ എയർപോർട്ടിൽ നിന്ന് നിരവധി ഫ്ലൈറ്റുകൾ ഉയർന്നു പറന്നത് സൂയിസൈഡ് മിഷന് വേണ്ടിയായിരുന്നു. ജപ്പാൻ തോൽവിയുടെ അടുത്തെത്തിയ സമയം അവർ എതിർചേരിയിലുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഈ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഇടിച്ചിറക്കുകയുണ്ടായി. ഈ ഫൈറ്റർ ജെറ്റുകൾ പറത്തിയ പൈലറ്റുമാരും ഈ ഇടിച്ചിറക്കലിൽ രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തു. ഇന്ന് ഈ എയർപോർട്ടിൽ കണ്ടെത്തിയ ബോംബ് മാത്രമല്ല, നിരവധി ബോംബുകളാണ് വേൾഡ് വാർ 2 സമയത്ത് അമേരിക്ക ജപ്പാനിൽ വർഷിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ മണ്ണൊന്ന് മാറ്റുന്നതിന് തന്നെ നമുക്കധികം ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ വേൾഡ് വാർ നടന്ന രാജ്യങ്ങളിലൊക്കെ അത് തീർത്തും അപകടകരമായ ഒരു കാര്യമാണ്. കാര്യം എപ്പോഴാണ് എവിടെയാണ് പൊട്ടിത്തെറിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. നമസ്കാരം.